176 രൂപയുടെ ബില്ലിനായി പാസാക്കിയത് 10,176 രൂപയുടെ ചെക്ക്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി തട്ടിച്ചത് ലക്ഷങ്ങളെന്ന് പരാതി. ചെറിയ ബില്ലിന്റെ സ്ഥാനത്ത് 10,000 കൂടുതലായി എഴുതി ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. 2023 ജൂലൈ മുതൽ 2024 ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമറി നടത്തിയിരിക്കുന്നത്. വിവിധ മാസങ്ങളിലായി 7 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ. പ്രധാനമായും വൈദ്യുതി ബില്ലുകളിലാണ് കൂടുതൽ തുക മാറിയിട്ടുള്ളത്. 200-ഉം 300-ഉം മാത്രമുള്ള ബില്ലുകൾക്കായി 10,000-ലും 20,000-ലും അധികം തുകയുടെ ചെക്ക് മാറിയെടുത്തു. 202 രൂപ 12,202-ഉം 2,200 രൂപ 22,000 രൂപയുമൊക്കെയായി മാറി. 2023 ജൂലൈ മുതൽ പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്ന അക്കൗണ്ടന്റിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് സൂചന. യഥാർത്ഥ ബിൽ തുകയുടെ ചെക്ക് ഒപ്പിട്ട് വാങ്ങിയ ശേഷം തിരിമറി നടത്തുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിൽ പറയുന്നു. അത് കണക്കിൽ 650 രൂപയാണ്, ബാങ്കിൽ നിന്ന് മറിക്കുന്ന 5,650 രൂപയാണ്. അപ്പോൾ അത് ഇദ്ദേഹം കാണിച്ചു, അക്കൗണ്ടനെ കാണിച്ചു. അക്കൗണ്ടിൽ തന്നെ ഈ പഴയ അക്കൗണ്ടിനെ വിളിച്ചു. അയാൾ അക്കൗണ്ട് പറഞ്ഞത് അതൊരു വൗച്ചർ ഇട്ടാൽ പോരെ, അത് സാരമില്ല എന്ന രീതിയിലൊരു മറുപടി പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ അക്കൗണ്ടിനോട് മുഴുവൻ പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ കൂടിയ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പറഞ്ഞു അപ്പോൾ ഈ കണക്കുകളൊന്നും പരിശോധിക്കണം. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ ഈ പഞ്ചായത്തിൽ രേഖാപ്രകാരമുള്ള ബിൽ രജിസ്റ്റർ പ്രകാരമുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ILMS സിസ്റ്റം എന്ന് പറയും, സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ പ്രകാരമുള്ള തുകയും ബാങ്കിൽ മാറിയ തുകയും ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബാങ്കിൽ ചെക്കിൽ സ്പേസ് ഇട്ട് എഴുതി, അക്കത്തിൽ അക്ഷരത്തിൽ എഴുതി, ഇത് ബാങ്കിൽ നിന്ന് അതിനിടയ്ക്ക് തുക തിരികെ കയറ്റി മാറി. അപ്പോൾ മിക്ക ഇത് കറണ്ട് ബില്ലിലാണ് ചെയ്തിരിക്കുന്നത്, വൈദ്യുതി ബില്ലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഇത് കണക്ക് പരിശോധിക്കുന്ന അക്കൗണ്ടന്റ് തന്നെയാണ്. നമുക്ക് റീകൺസിലേഷൻ ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ മാറുന്ന ചെക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് പരിശോധിക്കുന്ന അക്കൗണ്ടന്റ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് അതൊരാൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. 2023 ജൂലൈ മുതലുള്ള വരവ് ചെലവ് കണക്കുകൾ അക്കൗണ്ടന്റ് കമ്മിറ്റിയിൽ വെച്ചിരുന്നില്ല. മുൻപ് സാമ്പത്തിക ക്രമക്കേടുകളടക്കം വിവിധ ആരോപണങ്ങൾ ഉയർന്ന ഇയാളെ മാറ്റണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാൾ സ്ഥലം മാറിയതോടെയാണ് തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ തട്ടിപ്പ് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടും പഞ്ചായത്ത് അംഗങ്ങൾക്കോ മറ്റു ജീവനക്കാർക്കോ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഭരണസമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സമഗ്രമായ ഒരു അന്വേഷണം വേണം. അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ നമ്മുടെ കൈവശമുണ്ട്. അത് ഓരോ ചെക്കിലും തിരുത്തി എഴുതിയിട്ടുള്ളതും ആ ചെക്ക് ഏത് ഡേറ്റിലെയാണെന്നും ഏത് വർഷത്തെയാണെന്നും ഏത് മാസത്തെയാണെന്നും എന്തിനായിരുന്നു അത് ആ ചെക്ക് കൊടുത്തിരുന്നതും എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ രേഖകളുണ്ട്. തട്ടിപ്പിൽ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.